ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് ചിക്കനും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇത് നമുക്ക് ഇഫ്താറിനെല്ലാം ട്രൈ ആക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യത്തേത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഇഞ്ചിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചി ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് വെളുത്തുള്ളിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉള്ളി അങ്ങനെ ഫൈനായിട്ട് വാട്ടിയെടുക്കണ്ട, ചെറിയ രീതിയിൽ ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 3/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങാട്ട ചേർത്ത് കൊടുക്കുന്നത്. ഇത് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. വേവിച്ചെടുത്തിട്ട് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഉള്ളി വാട്ടുന്ന സമയത്ത് കുരുമുളക് പൊടി ചേർത്തിന്. ഈ ഒരു സമയത്ത് കൂടി 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ചേർക്കുന്ന സമയത്ത് എരിവൊന്ന് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ ചേർക്കാൻ വേണ്ടി നോക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മയോണൈസ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് മയോണൈസ് ആയാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ചീസ് ആ ഒരു ചെറിയ ചൂടി കിടന്നിട്ട് അങ്ങ് മെൽറ്റായി വന്നോളൂ. അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉരുട്ടി എടുക്കാനുണ്ട്. ഞാനിതാ കയ്യിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിന്. എന്നിട്ട് ഈ ഒരു രീതിയിൽ കുറച്ചൊന്ന് എടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാട്ടാ ഉരുട്ടി എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിൽ അങ്ങനെ ഉരുട്ടിയിട്ടെടുക്കാം. അപ്പം ഇതാ ഞാനെല്ലാം ഉരുട്ടിയെടുത്തിന്. ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിന്. ഒരു പ്ലേറ്റിൽ മൈദപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കി വെച്ചതാട്ടോ ഇത്. അപ്പം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതാ ഈ ഒരു ലെവലിലാട്ടാ കലക്കിയെടുത്തത്. നല്ല കട്ടിയിലുമല്ല, ഈ ഒരു ഇത്രക്ക് ലൂസിലാട്ടാ കലക്കിയെടുത്തത്. അപ്പം ഇതാ നമ്മൾ ഉരുട്ടിയെടുത്തത് നമുക്ക് ഫസ്റ്റ് മൈദൻ്റെ ആ ഒരു മിക്സിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് അതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നല്ലോണം തന്നെ കോട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം ഇതാ ഞാൻ ഒന്നങ്ങനെ കോട്ട് ചെയ്തെടുത്തിന്. ബാക്കിയെല്ലാം ഞാൻ അതേപോലെ ചെയ്തെടുക്കട്ടെ. എല്ലാം ഞാൻ ചെയ്തെടുത്തിന്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ
നമ്മൾ ഉരുട്ടിയെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ഇട്ടിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ പാനിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എത്ര ഇടാൻ പറ്റാന്ന് വെച്ചാൽ ആ ഒരു ഇതിലിട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ചെയ്യാം. നമ്മൾ ഇട്ട് കൊടുത്തപാട് അങ്ങ് തിരിച്ചിടണ്ട. ഒരു സൈഡിൽ ആയി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ അങ്ങനെ ആയി കിട്ടും. 2 സൈഡും കളർ നല്ലോണം ഒന്ന് ചേഞ്ച് ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റം. അപ്പം എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.